അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വയനാട് ജില്ലയിൽ ചൂരൽമലയിൽ സംഭവിച്ച ദുരന്തം നമ്മെ ഓരോരുത്തരെയും വളരെയേറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പല ആളുകളും ആ ചൂരൽമലയിൽ വരികയും കാണുകയും അവിടുത്തെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾ അവിടെ വരികയും മറ്റു ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് പഴയ കാലത്ത് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പേരുമാറ്റി അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ച് ആ ദുരന്തഭൂമി കാണാൻ വരുന്ന വഴിയിൽ കള്ളാടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ അദ്ദേഹം കയറി എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായ ഒരു വല്ലിപ്പ, ആ വല്ലിപ്പാൻ്റെ അടുക്കൽ ചെന്നിട്ട് പലതും പറഞ്ഞ് അത് ഫേമസ് ആവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഞങ്ങൾ ചൂരൽമല സന്ദർശിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴവിടെ കള്ളാടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമ് കണ്ടത്. അതിന്റെ നടത്തിപ്പുകാരനും ഇവിടത്തെ ഖിദ്മത്ത് ചെയ്യുന്ന, നിങ്ങളെ പേരെന്താ? മൂസ കാക്കാന്റെ അടുത്താണ് ഞാനുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് അതിനെ സംബന്ധിച്ച് മൻസൂർ സാഹിബ് പറയുന്നതൊന്ന് കേൾക്കുക. ഈ ചൂരൽമലയുടെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് പോയപ്പോ, അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാമെന്നാണ് കരുതുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം. ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ഉണ്ണികൃഷ്ണൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ കള്ളാടി മക്കാമിലെന്ന് മാത്രമല്ല, പല മക്കാമുകളിലും അദ്ദേഹം ചെല്ലാറുണ്ട്, പോവാറുണ്ട്. എന്തിനാണ് അദ്ദേഹം പോവാറ്? പല മക്കാമുകളും ജാറങ്ങളും സന്ദർശിക്കുകയും അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അവിടെ അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദഅവ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ആ മക്കാമുകളിലൊക്കെ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞു കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്നാണ് പറയുന്നത്. ഈ മക്കാമിൽ കിടക്കുന്ന ആളും അതുപോലെ അതിൻ്റെ ഖാദിമീങ്ങളും ഒക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് ഇവർ മാത്രം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില വീഡിയോകൾ ഇയാൾ നിർമ്മിച്ചെടുത്തിട്ട് അത് പല വീഡിയോ ചെയ്യുന്ന ആളുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് ഫേമസ് ആവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൻസൂർ സാഹിബ് തന്നെ പറയുന്നു, അങ്ങനെ കുറേ വീഡിയോകൾ അയാൾ അയച്ചു തന്നു എന്ന്. നടത്തിപ്പുകാരൻ തന്നെ പറയുന്ന മറ്റൊരു വീഡിയോ ഇൻഷാല്ലാ വരുന്നുണ്ട്. അദ്ദേഹം 2-3 വീഡിയോകള് ജാറത്തിങ്ങ പോയിട്ട് അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചോതുന്ന വീഡിയോകൾ അയച്ചു തന്നിട്ടുണ്ട്. അത് സംബന്ധമായിക്കൊണ്ട് നമുക്ക് 2-3 വീഡിയോകൾ ഇൻഷാല്ലാ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ഇനി മൂസാക്ക CM കുറിച്ച് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും CM മടവൂരിന്റെ എന്നിട്ട് ഈ പാവപ്പെട്ട ഈ വല്ലിപ്പാനോട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, CM വലിയുല്ലാഹി, മഹാനായ CM വലിയുല്ലാഹിയുടെ കറാമത്തുകൾ പറയണമെന്ന് പറഞ്ഞ് അയാളോട് പറയിപ്പിക്കുകയാണ്. അങ്ങനെ പോലീസ് വണ്ടി തടഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. കറാമത്തുകൾ കുറച്ച് കേൾക്കാം. നിങ്ങൾ മൂപ്പരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്താ മൂപ്പരെ കറാമത്തുകള്? മൂപ്പരെ കറാമത്ത് 1-2 വാക്ക് നമ്മളോട് സംസാരിക്കുള്ളൂ. അത് നമ്മൾ ചെന്ന് ആ പിന്നെ കട്ടിൽമ ഇങ്ങനെ ഇരിക്കും. 1-2 വാക്ക്. ഇതൊരു പോലീസ് വണ്ടി തടഞ്ഞു അതെ അതെ. മൂപ്പ എല്ലാ വണ്ടികളും നിങ്ങൾ നോക്കിയിട്ട് എല്ലാ വണ്ടികളും പിന്നെ തടഞ്ഞ് അങ്ങനെ മൂപ്പര വണ്ടി വന്നപ്പോ എന്നിട്ട് അയാൾ CM വലിയുള്ളയെ പരിഹസിക്കുകയാണ്. കൈ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കൈ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ ആയി പോകുമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അവിടെ നിൽക്കും. നാവ് നിശ്ചലമായി പോകും. ഇദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച ഒരു നിഷ്കളങ്കനായ പാവപ്പെട്ട ഒരു മതപണ്ഡിതനൊന്നുമല്ല, ഒരു പാവപ്പെട്ട ഒരു വല്ലിപ്പ, അവിടെ അടിച്ചു വാരി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വല്ലിപ്പ. ആ വല്ലിപ്പാനോട് ഇയാൾ പലതും പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, ഇയാളെന്താ പറയുന്നതെന്ന് അറിയില്ല. അദ്ദേഹം ഒക്കെ കേൾക്കുക, അത് മൂടുക എന്നല്ലാതെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.
എന്നിട്ട് അയാൾ സമസ്തയുടെ വിശ്വാസമാണ് ഇതെല്ലാം എന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സമസ്തയുടെ വിശ്വാസമാണ് അല്ലെ, സമസ്തയുടെ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസമാണ് അല്ലെ. പിന്നെ ഇപ്പൊ അടുത്ത് ഒരു പാട്ട് കേൾക്കണ്ടായി, നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CM ആരാണ്, CM അടവൂരാന്ന് പറഞ്ഞോളി എന്നുള്ളത്. അതിലും വ്യത്യാസമൊന്നും ഇല്ലല്ലോ. കൈ ഇങ്ങനെ ആക്കിയാ കൈ അവിടെ തന്നെ നിൽക്കും. അപ്പൊ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൈ അവിടെ നിൽക്കും. ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണി ചെയ്യുന്ന നാടകമാണത്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുമല്ലോ, ചിലരൊക്കെ ചിന്തിക്കും, CM വലുതാനെ കുറ്റം പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കണില്ല, അപ്പോൾ അത് വലിയല്ലേ. ഏതുപോലെ നിരീശ്വരവാദിയായ ഒരാൾ അള്ളാഹുവിനെക്കുറിച്ച് ചീത്ത പറഞ്ഞു, അള്ളാഹുവിനെ തെറി പറഞ്ഞു, എന്നിട്ട് എനിക്കൊന്നും സംഭവിക്കണില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. അത് ഒരു വിവരമില്ലെങ്കിലും ആ പാവപ്പെട്ട വല്ലിപ്പ പറയുന്നുണ്ട്. വിവരങ്ങളൊക്കെ കുറഞ്ഞെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മഹാന്മാരെ പ്രിയം വെക്കുന്ന ആ വല്ലിപ്പ അറിയുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണ്. ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്, ഇതൊന്നും സ്വയം കഴിവല്ല, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവാണെന്ന് ആ വല്ലിപ്പ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാൾക്ക് കഴിവ് അള്ളാന്റെ വലിയമാർക്ക് അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടുണ്ട്. കഴിവ് അള്ളാഹുന്റെ അവർക്ക് കൊടുത്തു. അള്ളാന്റെ വലിയമാർക്ക് അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ തൗഹീദ് പറഞ്ഞു ഏകത്വം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മൻസൂർ സാഹിബ് നേരത്തെ. എന്താണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. നമ്മളെ നമസ്കാരത്തിന് ശേഷം പറയേ ലാ ഇലാഹ ഇല്ലല്ലാഹു. എന്താ പറഞ്ഞ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവന് യാതൊരു പങ്കുകാരുമില്ല. അതിൽ ആർക്കാ സംശയമുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. മുസ്ലിമായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണിത്, വിശ്വാസമാണത്. ലഹുൽ മുൽക്കു, അവനിക്കാണ് അധികാരം. എന്നിട്ട് ഇയാൾ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു അവൻ്റെ അധികാരം വേറൊരാൾക്കും കൊടുക്കൂല, അള്ളാഹു അവൻ്റെ അധികാരത്തിൽ നിന്ന് ഒരാൾക്കും കൊടുക്കൂല എന്ന് ഇയാൾ പറയുകയാണ്. അത് തെറ്റാണ്. കാരണം നമുക്ക് തന്ന കഴിവ് അള്ളാഹു തന്നതാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് അള്ളാഹു തന്ന കഴിവാണ്. ലോകത്ത് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇയാൾ പറഞ്ഞത് അള്ളാഹു ഒരാൾക്കും കഴിവ് കൊടുക്കൂല എന്നാണ്. അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇയാൾക്ക് അവിടെ പോവാനും അവിടെ അയാളോട് സംസാരിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കൊടുത്ത കഴിവ് ആരുടെ കഴിവാണ്? അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇയാൾ പറയാണ് അയാളെ സ്വന്തം കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവല്ല എന്ന്. അള്ളാഹു അങ്ങനെ ഒരാൾക്കും കഴിവ് കൊടുക്കൂല എന്നാണ് ഇയാൾ പറയുന്നത്. ഈ പടു അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത് തെറ്റാണത്. അള്ളാഹു കഴിവ് കൊടുത്തതാണ്. ഇനി അള്ളാഹു അങ്ങനെ കഴിവ് കൊടുക്കുമോ? കൊടുക്കും. ഔലിയാക്കൾക്ക് കഴിവ് കൊടുക്കുമോ? കൊടുക്കും. കൊടുക്കൂല എന്ന് പറയണ്ട. കാരണം ഖുർആൻ തന്നെ പറയാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി. അള്ളാഹു രാജാതിരാജനാണ്. അള്ളാഹു രാജാതിരാജനാണ്. എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ് അള്ളാഹു. ഖുർആൻ സൂറത്തു ആലിമ്രാൻ 26-ാമത്തെ ആയത്ത് നോക്ക് മൗലവി. അള്ളാഹു എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥനാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറയാൻ തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അധികാരം നൽകുന്നു. ഏത് കഴിവാണെങ്കിലും അള്ളാഹ് ഉദ്ദേശിച്ചവർക്കൊക്കെ അള്ളാഹ് കഴിവ് കൊടുക്കും. അള്ളാഹ് കഴിവ് കൊടുക്കുമെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? അള്ളാഹ് പറയാൻ. അള്ളാഹു പറയുകയാണ് ഖുൽ നബിയെ താങ്കൾ പറയുക അല്ലാഹുമ്മ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹ് ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു അധികാരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്.
അപ്പോൾ അള്ളാഹു അധികാരം കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണനായ മനുഷ്യനോട്, അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ച മനുഷ്യനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം പഠിച്ചിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല, ഏതെങ്കിലും കാക്ക മൗലവിമാർ പറഞ്ഞത് അത് അപ്പടി സ്വീകരിച്ചു വിശ്വസിച്ചു അതനുസരിച്ച് ജീവിക്കുന്നു. യഥാർത്ഥ ഇസ്ലാമിൽ നിങ്ങൾ എത്തിയിട്ടില്ല. ഇയാൾ കപടനാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അയാൾ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ പാവപ്പെട്ട ആ വല്ലിപ്പാനോട് ഇയാൾ പറയുന്നൊരു വാക്ക് നോക്ക് നിങ്ങൾ. നിങ്ങൾക്ക് എന്റെ ചെങ്ങായി വരുമ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ അവിടെ? ഓ ഇപ്പൊ എന്താ ചെയ്യാ, നമ്മളിപ്പോ ഫുള്ള് ഗൂഗിൾ പേ ആണല്ലോ. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ അവിടെ? ഓ ഇപ്പൊ എന്താ ചെയ്യാ, നമ്മളിപ്പോ ഫുള്ള് ഗൂഗിൾ പേ ആണല്ലോ. ഈ പാവപ്പെട്ട ഈ വല്ലിപ്പാൻ്റെ കയ്യിൽ എങ്ങനെ ഗൂഗിൾ പേ ഉണ്ടാവാനാ? ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും ഈ വല്ലിപ്പാക്ക് അറിയോ? അയാളെ പറ്റിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വരാം, തിരിച്ചു വരുമ്പോൾ പൊടി പോലും പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ഒരു കപടനാണ്, യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല എന്നുള്ളതിന് ഈ ഒരു വാക്ക് തന്നെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ ഒരു വല്ലിപ്പാനെ പറ്റിക്കുന്ന ഒരാൾ എങ്ങനെ യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ പറ്റുക? ഏതായാലും ഇതൊക്കെ വീഡിയോ അയച്ചു കൊടുത്തിരിക്കുന്ന മൻസൂർ സാഹിബ് പാവം, അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്. മറ്റുള്ളവരാരൊക്കെയോ പറഞ്ഞ് പറ്റിച്ച് കുപ്പിയിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നതെന്നുള്ളൂ. നമുക്കും അദ്ദേഹത്തോടും ഈ അബ്ദുറഹ്മാൻ സാഹിബിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്ക് ഇസ്ലാമിനെ പഠിക്കുക, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥമായിരിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ. നമുക്കും അവർക്കും എല്ലാവർക്കും മഹാന്മാരുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.